കുട്ടിയുടെ കാര്യം നോക്കാനായാലും ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് ബിസിനസ്സാണ്. ആൾക്ക് ബിസിനസ്സാണ്. പിന്നെ അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും പറ്റിയതും വലിയൊരു സപ്പോർട്ടുകാരനാണ്. മെന്റലി സപ്പോർട്ട് ചെയ്തു. ഇത് കിട്ടും നമുക്ക് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കോൺഫിഡൻസ് തന്നു. യെസ്, ഞാൻ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ലേബർ ഓഫീസിലായാലും ജില്ലാ ലേബർ ഓഫീസിലായാലും ഓഫീസർമാര് വളരെ പബ്ലിക്കിനോട് അപ്പൊ അവരുടെ ഏത് ഗ്രീവൻസ് ആയാലും അത് പരിഹരിക്കാൻ മാക്സിമം എഫർട്ട് എടുക്കുക. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അപ്പിയർ എല്ലാം കൃത്യമായിട്ട് അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനും കൂടി ഉണ്ട്. ഒരു ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടൈം വളരെ കുറവായിരുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സിലബസ് കവർ ചെയ്യാൻ ഈ പിന്തുണ അത്യാവശ്യമായിരുന്നു. ഇന്ന സബ്ജക്ട് നമ്മൾ ഇത്രയും സമയം ഉപയോഗിക്കും. മോണോട്ടോണസ് ആയി പഠിക്കാതെ ടെസ്റ്റ് സീരീസിന് നമ്മൾ നിർബന്ധമായിട്ടും സമയം മാറ്റി വെക്കണം. റിവിഷൻ ആയാലും ഒരു തുടക്കം തൊട്ടേ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ റിവൈസ് ചെയ്യുന്നതിനേക്കാളും ഒരു പീരിയോഡിക് അപ്രോച്ച്. കേസ് പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ 1ാം റാങ്ക് കരസ്ഥക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം പിടിച്ച കാര്യമല്ല. തിരക്കേറിയ ഒരു ജോലി ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മാതാവാണ്. ഇത്രയും കാര്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ മികച്ച വിജയം സ്ട്രീം സെക്കൻഡിൽ 2025 കേസ് എക്സാമിനേഷനിൽ കരസ്ഥമാക്കിയിട്ടുള്ള ലീഡിൻ്റെ അഭിമാനമായിട്ടുള്ള സവിത CS ആണെന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സവിത, ഹാർട്ടിയസ്റ്റ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സവിതയുടെ കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് വല്ലാത്തൊരു വിക്ടറിയാണ്. വലിയ സന്തോഷം തോന്നുന്നു. സവിതേനെ ഒരു 2020 എക്സാമിനേഷൻ്റെ സമയത്ത് അറിയാം, പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു മാനസികാവസ്ഥ? എങ്ങനെയാണ്? എക്സൈറ്റ്മെൻ്റ് ആണോ, ഒരു കണ്ടന്റ് ആണോ, സാറ്റിസ്ഫാക്ഷൻ ആണോ? വളരെ ഹാപ്പിയാണ്. അലോങ് വിത്ത് ദാറ്റ് വളരെ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് എഫർട്ട് ഇട്ടിരുന്നു. അതിനുള്ള റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? സവിതയുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ജേണി നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരൊറ്റ വേർഡാണ് വരുന്നത്, മെത്തഡിക്കൽ. കാരണം നമ്മൾ ആ ഒരു 1-to-1 സെഷനിൽ സവിത പറഞ്ഞ ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞ കാര്യമായിരുന്നു. സവിതയുടെ ആ ഒരു സെഷൻസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റിംഗ് ആണെങ്കിലും ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴും വളരെ ഷാർപ്പായുള്ള ഒരു അപ്രോച്ച് കണ്ടിരുന്നു. ഈ പ്രിപ്പറേഷൻ എത്രത്തോളം വേണ്ടി വന്നിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ്റെ എങ്ങനെ സമയം ഇതിനെ കണ്ടെത്തിയിരുന്നത്? ടൈം മാനേജ്മെന്റ് എങ്ങനെയായാലും ഒരു ഫിക്സ്ഡ് അവേഴ്സ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മോർണിംഗിലൊന്നുമില്ലെങ്കിൽ നേരത്തെ എണീറ്റ് അങ്ങനെ. എത്ര മണിക്കൊക്കെ എഴുന്നേൽക്കായിരുന്നു? ഒരു 3 അല്ലെങ്കിൽ 4 ആ സമയം. 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്നു. കുറച്ച് സമയം, എല്ലാ ദിവസവും അല്ല, എന്നാലും മിക്കവാറും അങ്ങനെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. 3 or 4 വൈകിട്ട് ആയാലും കുറച്ച് സമയം ഒരു ഫിക്സ്ഡ് അവേഴ്സ് ഇതിനു വേണ്ടി മാറ്റി വെച്ചു. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലാണ് വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ അല്ലേ? ഇതിനു മുമ്പ് ലേബർ ഓഫീസറാണ് വർക്ക് ചെയ്തത്. ജില്ലാ ലേബർ ഓഫീസറാണ്. അപ്പോൾ ഒരു 6 കൊല്ലത്തോളം ഉള്ള ഒരു PSC ജേണിയാണ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, കേസ് പോലുള്ളൊരു എക്സാമിനേഷൻ ഒരു UPSC ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ള സംഗതിയുണ്ട്. ആ മിത്തിനെല്ലാം ഷാറ്റർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് വിക്ടറിയാണ് സവിതയുടേത്. PSC പ്രിപ്പറേഷനൊക്കെ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ വിജയത്തിന്? കേരള ബേസ്ഡ് ടോപ്പിക്സ് KS കവർ ചെയ്യാൻ PSCയിലെ പ്രിപ്പറേഷൻ വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ മെറ്റീരിയൽസ്, പ്രത്യേകിച്ചും നമ്മൾ നോ യുവർ ഡിസ്ട്രിക്റ്റ്, പിന്നെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ക്ലാസ്സസ്, അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. നോ യുവർ ഡിസ്ട്രിക്റ്റ് ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്തു. പിന്നെ കേരള ബേസ്ഡ് ടോപ്പിക്സും കവർ ചെയ്തു. റെസ്പോൺസിബിൾ ടൂറിസം, ഇക്കോ ടൂറിസം ഇന്റർവ്യൂവിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ലീഡിന്റെ ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാൽ, നമ്മളിപ്പോൾ കേസിൻ്റെ ക്ലാസ്സസ് ഒക്കെ വളരെ നേരത്തെ തുടങ്ങി, മുമ്പ് തന്നെ ടൈം ടേബിൾ കൊടുത്തു, ആൻസർ റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂ 2-3 സ്റ്റേജസ് ഉണ്ടായിരുന്നു, ഫാക്കൽറ്റി 1-on-1 സെഷൻ ഉണ്ടായിരുന്നു, മോക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഇക്കോസിസ്റ്റം എങ്ങനെയാണ് ശരിക്കും സവിതേനെ മോൾഡ് ചെയ്ത്? എങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഒരു ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടൈം വളരെ കുറവായിരുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സിലബസ് കവർ ചെയ്യാൻ ഈ പിന്തുണ അത്യാവശ്യമായിരുന്നു. കാരണം നമ്മളൊരു ജോലി തിരക്കിന്റെ ഇടയിൽ നിന്നുകൊണ്ട്, കാരണം നമ്മൾ മാനേജ് ചെയ്യുന്ന കണ്ടന്റ് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിരിക്കണം. അതൊരു ടൈം മാനേജ്മെന്റ് വളരെയധികം ഉപയോഗപ്രദമായി എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ കാര്യം പറയുമ്പോഴേ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു വലിയൊരു അൺസർട്ടനിറ്റി ആയിരുന്നു, ഈ 3 മാർക്കർ ആയിരിക്കും വരിക, അതോ വീണ്ടും 3 മാർക്കറും 5 മാർക്കറും കൂടിയുള്ള കോമ്പിനേഷൻ ആണോ, 10 മാർക്കർ വരുമോ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഈ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ
അതിനെങ്ങനെയായിരുന്നു സവിത നേരിട്ടത്? അത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാൻ. ഇപ്പോൾ 5 മാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കാനും, അങ്ങനെ 3 മാർക്ക് ആണെങ്കിൽ ഫോക്കസ് പോയിന്റ്സ് ഒന്നും വ്യതിചലിക്കാണ്ട് തന്നെ ഈ 2020 അപ്പിയർ ചെയ്തിരുന്ന ഒരു കാൻഡിഡേറ്റിൽ നിന്ന് നമ്മളൊരു 2025 എത്തുമ്പോൾ, കാരണം ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരിക്കും. കാരണം ഒന്ന് വേക്കൻസീസ് കുറവാണ്, 5 കൊല്ലത്തിന് ശേഷം നടക്കുന്നതാണ്, വലിയൊരു ആൻറ്റിസിപ്പേഷൻ്റെ ഒരു ഭാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ സവിത മാനേജ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് മാക്സിമം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് പേപ്പർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു? എനിക്ക് 3 പേപ്പറും ഒരു എനിക്ക് ചില ക്വസ്റ്റ്യൻസ് മാത്രം ഔട്ട് ഓഫ് നോവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എഴുതാൻ പറ്റിയില്ല. എന്നാലും എഴുതിയ ക്വസ്റ്റ്യൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതാണല്ലേ. ഈ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്കൊരു രസമായിട്ട് തോന്നിയ കാര്യമാണ് ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സവിതയുടെ ഒരു ആൻസർ എന്തായിരുന്നു ഇതൊക്കെ ചോദിച്ചപ്പോൾ? നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആലോചിക്കും. പിന്നെ ഷാൻജിയോ എന്ന് പറഞ്ഞ ആളുടെ കുക്കിംഗ് വീഡിയോസ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിനാള് ടീസ്പൂണും ടേബിൾ സ്പൂണും അതാണ് എനിക്ക് അപ്പൊ അതില് ഹെൽപ്ഫുൾ ആയത്. ക്വാണ്ടിറ്റിയെ കുറിച്ചുള്ള വ്യത്യാസം. ഞാൻ ഈ സവിതയുടെ ഒരു ഹോബിയൊക്കെ നോക്കുന്ന സമയത്ത്, ഡാഫ് നോക്കുന്ന സമയത്ത് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു ഈ 2 കാര്യങ്ങൾ, ആരും പറയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് റീക്രിയേഷണൽ വോക്കിംഗ്, രണ്ടാമത്തേത് സ്പെസിഫിക്കലി വിദ്യാസാഗറിൻ്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും മ്യൂസിക്. ഈ പ്രിപ്പറേഷന് പ്രത്യേകിച്ച് നമ്മൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി പഠിക്കുന്നു, മോളുണ്ട് അല്ലേ, അപ്പോൾ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഈ സ്ട്രെസ്സിൻ്റെ ഇടയിൽ എത്രത്തോളം ഈ 2 ഹോബീസ് സ്പെസിഫിക്കലി സഹായിച്ചിട്ടുണ്ട്? അതോ ചുമ്മാ നമ്മളൊരു ഹോബീസിന് വേണ്ടി എഴുതിയതാണോ, അതോ അത് ഹെൽപ്ഫുൾ ആയിരുന്നു റിയലി? അല്ല, വാക്കിംഗ് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും ചെയ്യുന്നതാണ്. അതൊരു ജോഗിങ് പോലെയാണോ അതോ റീക്രിയേഷൻ വാക്കിംഗ് ആണോ? അത് ആക്ച്വലി അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഓഫീസിൽ നിന്ന്, സിവിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ അയ്യന്തോള് തൃശ്ശൂർക്കുള്ള നല്ല റോഡാണ്. കൊളീഗ്സും ഉണ്ടാവാറുണ്ട്. തൃശ്ശൂരുകാരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവുന്ന MG റോഡ് പ്ലസ് സിവിൽ ലൈൻ കൊളീഗ്സ് ഉണ്ടാവാറുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആണ് സ്ട്രെസ് മാനേജ് ചെയ്യാനും നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാനും. ഒന്ന് സെറ്റ് ആയിരുന്നു. നമ്മളൊന്ന് ആ വാക്ക് കഴിഞ്ഞ് വന്ന് പിന്നെ വന്നൊന്ന് നന്നായിട്ടൊന്ന് റീ എനർജൈസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക്. വേറൊരു കാര്യം, നമുക്ക് ഈ KSന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ നിന്ന് ഈ ഒരു അറ്റംപ്റ്റിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് സവിതയ്ക്ക് ഫീൽ ചെയ്തത്? ആദ്യത്തെ അറ്റംപ്റ്റിൽ നിന്നും ഈ അറ്റംപ്റ്റിലേക്ക് വളരെയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഈ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ ഒത്തിരി ടെസ്റ്റ് സീരീസ് എഴുതുന്നതും ആൻസറൊക്കെ റിഫൈൻ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. അപ്പൊ കുറച്ച് പോർഷൻസ് വായിക്കും, പിന്നെ ഒരു ടെസ്റ്റ് എഴുതും, വീണ്ടും വിസിബിൾ ആയിരുന്നു ആൻസേഴ്സിലെല്ലാം. അപ്പോൾ പിന്നെ വീണ്ടും ടെസ്റ്റ് എഴുതിയതിനു ശേഷം വീണ്ടും ഞാൻ വായിക്കുമ്പോഴത്തേനും എവിടെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. ടെസ്റ്റ് സീരീസ് എഴുതും, വായിക്കും, പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് ടഫുള്ള പോർഷൻസ് മാത്രം ക്രിസ്പ് നോട്ടാക്കി അത് മാത്രം ഞാൻ വീണ്ടും വായിക്കും. നമ്മൾ സ്ട്രീം 3 ടോപ്പർ അതുൽ സാറിൻ്റെ മെൻറ്റി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ഓരോ ടോപ്പേഴ്സ്, നമ്മളൊരു ടോപ്പർ ഉയർന്നു വരുമ്പോൾ അതിലെവിടെയെങ്കിലൊക്കെ ചില യുണീക്കായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. നമ്മളൊരു സാധാരണ ഒരു ആസ്പിരൻറ്റിൽ നിന്നൊരു ടോപ്പറെ മാറ്റി നിർത്തുന്ന ചില ഏരിയാസ് ഉണ്ട്. സവിതയ്ക്ക് അങ്ങനെ എന്താണ് തോന്നിയിട്ടുള്ളത്? സവിതയുടെ ഒരു പ്രിപ്പറേഷനിൽ ഒരു യൂണീക്കായിട്ട് വന്നു. ഇപ്പോൾ നമ്മുടെ 1ാം റാങ്ക് കിട്ടിയ അക്ഷയ്ക്കായാലും അല്ലെങ്കിൽ സെക്കൻഡ് ആയാലും കാർത്തികയൊക്കെ പറയുന്ന കാര്യം വെച്ചാൽ അവർ അവരുടേതായിട്ടുള്ള ചില യൂണീക്കായിട്ടുള്ള സ്റ്റൈൽസ് അവർ ചെയ്തിരുന്നു. അപ്പോൾ സവിത അങ്ങനെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നൊന്ന് പറയാമോ? ഓരോ സബ്ജക്റ്റിനും ആ മെറ്റീരിയൽ ഞാൻ ആദ്യം ഫിക്സ് ചെയ്തു. ആദ്യം ഒരു റൗണ്ട് വായിക്കും, സ്വന്തമായിട്ടൊരു റെഫറൻസ് കൂടിയിട്ട് ഷോർട്ട് നോട്ട് മേക്കിംഗ്. ലാസ്റ്റ് ടൈം അത് ഒത്തിരി ഉപകാരപ്പെട്ടു. പെട്ടെന്നുള്ള ഒരു ഹോൾ റിവിഷനും ഈ ടൈമിന്റെ ഒരു ഡെഫിഷ്യൻസി കൂടിയുള്ള സമയത്ത് പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യണം, ഇത്ര നമ്മൾ കവർ ചെയ്യും, പിന്നെ അത് തന്നെ മാക്സിമം റിവൈസ് ചെയ്യണം, പിന്നെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യണം. നല്ലൊരു ഗൈഡൻസും ഉണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ
സവിതയുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വേർഡ് സവിത പറഞ്ഞിരുന്നു, മെത്തഡിക്കൽ എന്ന് പറയാവുന്ന ഒരു വളരെ ഷാർപ്പായിരുന്നു സവിത നൽകുന്ന ഉത്തരങ്ങളാണെങ്കിലും. ഇവിടെ നമ്മുടെ മോക്കിൽ ആരുടെ പാനലായിരുന്നു നമ്മൾ ലീഡിലെടുത്തതിൽ? ഋഷിരാജ് സിംഗ് സാറിൻ്റെ പാനലായിരുന്നു അല്ലേ. നമുക്ക് ആ ഒരു ഫിയർ എന്നൊക്കെ ഇന്റർവ്യൂ ഒക്കെ അപ്പിയർ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു അല്ലേ, ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിച്ചേർന്നുണ്ടായിരുന്നു. എന്നാലും ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നല്ലേ. പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നോ യുവർ ഡിസ്ട്രിക്ട് യൂസ്ഫുൾ ആയി, പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആധാറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പേപ്പർ സെക്കൻഡും തേർഡിലേക്കും വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജീസ് വേറെ നമ്മൾ സവിതയായിട്ട് തന്നെ ഡിവൈസ് ചെയ്തിരുന്നോ, അങ്ങനെ എന്തെങ്കിലും? പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കറണ്ട് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ആ സ്റ്റാറ്റിക് പോർഷൻസും കൂടെ നമ്മൾ നോക്കുക. കറണ്ട് അഫയേഴ്സും പ്ലസ് സ്റ്റാറ്റിക്കും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പല സബ്ജക്ട്സും തമ്മിലും ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഒരു ഇന്റർ കണക്ഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ് ഹെൽപ്ഫുൾ ആയിരിക്കും. ലീഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കേരള ഉള്ളി മൊഡ്യൂൾ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ട്രാവൻകൂർ ഹിസ്റ്ററി, നമ്മളൊരു ആർട്ട് ആൻഡ് കൾച്ചർ, ഹെറിറ്റേജ്, ജോഗ്രഫി, ടൂറിസം, ഈ ക്ലാസ്സിൻ്റെ ഒരു സവിത വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എത്രയായിരുന്നു? കേസ് എന്ന് പറയുമ്പോൾ എന്തായാലും കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇന്റർവ്യൂന് കേരള ഗവൺമെന്റ് റെസ്പോൺസിബിൾ ടൂറിസം, ഇക്കോ ടൂറിസം സ്പെസിഫിക് ആയി ചോദിച്ചിരുന്നു. പിന്നെ അപ്പൊ അതിന് ഞാൻ എക്സാമ്പിൾ അടക്കം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി നമ്മളൊരു പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ എഴുതാനിരിക്കുന്ന ആസ്പിരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്ത കാര്യം ഒന്നും കൂടി എനിക്ക് റെക്ടിഫൈ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നേണ്ട ആവശ്യമില്ല. കാരണം യു ആർ നൗ യുനോ ടോപ്പർ, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. എങ്കിലും അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ഉണ്ടോ? യെസ്, എക്സാമിൻ്റെ ഒരു 20 days ബിഫോറെങ്കിലും നമ്മൾ പുതിയ ഓൾറെഡി കവർ ചെയ്തത് റിവൈസ് ചെയ്യാന്നല്ലാതെ വീണ്ടും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു എൻഡില്ല. ഈ സിലബസ് വളരെ വാസ്റ്റ് ആണ്, നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഫുള്ളും കവർ ചെയ്തിട്ട് റിവൈസ് ചെയ്യാൻ ഇരുന്നാൽ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഒരു 20 days ബിഫോറെങ്കിലും നമ്മൾ ഇത് റിവൈസ് ചെയ്യാൻ മാത്രമായിട്ട് തുടങ്ങിയിരിക്കണം. നമ്മളൊരു ഈ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു മനസാന്നിധ്യമാണ് ഇതിനെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ശരിക്കും എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയിരുന്നത്? ഇൻ്റർവ്യൂ സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് ചെറിയൊരു വിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. എങ്കിലും എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട്? നമ്മൾ എക്സാമിനേഷന് മുമ്പ് സാധാരണ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മളിങ്ങനെ വടിക്കോള് വിഷ്വലൈസേഷൻ്റെ കാര്യം പറയാറുണ്ട് അല്ലേ, കണ്ടംപ്ലേറ്റിൻ്റെ കാര്യം പറയാറുണ്ട്. സവിത അങ്ങനെ മനസ്സിലെപ്പോഴെങ്കിലും തോന്നിയത് ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആകും എന്നുള്ള ഒരു സാധനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 എത്തുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ നമുക്ക് പറ്റാവുന്ന പോലെ ഒരു എഫർട്ട് നമ്മൾ കൊടുത്തു. പിന്നെ ടോപ്പ് 1 സ്വപ്നം കണ്ടു, പക്ഷേ സ്വപ്നമാണ് ഇപ്പൊ നമ്മള് എന്താ പറയാ സഫലീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, അപ്പോൾ മോളുണ്ട്, മോൾക്ക് 3.5 വയസ്സാണ്. മോളുടെ പേര് തന്നെ ഒരു സവിശേഷമായിട്ടുള്ള പേരാണ് അല്ലേ? എന്തായിരുന്നു പേര്? ത്രിതനേദ്യ അല്ലേ? യെസ്, 3 ദേവിമാരെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ്. അപ്പോൾ ഫാമിലി എന്നുള്ള ചേട്ടൻ്റെയും മോളുടെയും അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി സറൗണ്ടിങ്സ് എന്നുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? കുട്ടിയുടെ കാര്യം നോക്കാനായാലും ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് ബിസിനസ്സാണ്, ആൾക്ക് ബിസിനസ്സാണ്. പിന്നെ അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും പറ്റിയതും വലിയൊരു സപ്പോർട്ടുകാരനാണ്. മെന്റലി സപ്പോർട്ട് ചെയ്തു, ഇത് കിട്ടും നമുക്ക് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കോൺഫിഡൻസ് തന്നു. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ BSc ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയൊരു കാര്യം നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അത് വളരെ ക്രൂഷ്യലാണ് അല്ലേ? കാരണം നമ്മുടെ ഒരു കോൺഫിഡൻസിന് അത് വലിയ രീതിയിൽ അത് സ്വാധീനിക്കുക എന്നുള്ളതാണ്. എന്തായാലും മോൾക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ, അമ്മയെക്കുറിച്ച് പറയാവുന്ന രീതിയിലുള്ള ഒരു വിക്ടറിയാണ് വന്നിട്ടുള്ളത്. ഇനി എക്സാമിനേഷൻ, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കേസ് വരുന്നത്. ഇനി എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് മെസ്സേജാണ്, എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്? യെസ്, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പാടില്ല. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. ഒരു സ്പാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള സംഗതിയാണ്.
ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ആൻസർ റൈറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിലും കണ്ടൻറ്റ് പ്രിപ്പയർഡ് ആവുകയാണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം UPSC എക്സാമിനേഷൻ പോലെയല്ല, നമ്മുടെ മുമ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല. 10 മാർക്കറാണോ 5 മാർക്കറാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആൻസർ എഴുതുന്ന സമയത്ത് എല്ലാ ആൻസേഴ്സും ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് തന്നെയാണോ പോയിരുന്നത്? മാക്സിമം ടൈം ബൗണ്ട് ആവാൻ ശ്രമിച്ചു. ആദ്യത്തെ കുറച്ച് ടെസ്റ്റ് കണ്ടന്റിനാണോ അതോ നമ്മൾ ഒരു ടൈം ആയിട്ടുള്ള ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനായിരുന്നു ഫോക്കസ് കൊടുത്തിരുന്നത്? ആദ്യത്തെ കുറച്ച് പേപ്പേഴ്സ് എഴുതുമ്പോൾ എനിക്ക് ടൈം ഈ സ്പെസിഫൈഡ് ആ ഡ്യൂറേഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അടുത്ത പേപ്പറുകൾ എഴുതുമ്പോഴേക്കും ഈ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. അതോടൊപ്പം കണ്ടന്റും എൻറിച്ച് ചെയ്യാനും. സവിതയുടെ വിജയത്തിൻ്റെ ഒരു മാറ്റം കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ, സവിത മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് വലിയൊരു ഒരു ബൂസ്റ്റ് ചെയ്യുന്നൊരു സംഗതിയായിരിക്കില്ല. കാരണം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ PSCയിൽ നിന്ന് വരുന്ന ടോപ്പേഴ്സ് എല്ലാം ഒരു UPSCയുടെ ഒരു ഹെഡ് സ്റ്റാർട്ടുള്ളവരാണെന്നുള്ളൊരു സംഗതിയുണ്ട്. സവിത അതിനെല്ലാം എന്താണ് പൊളിച്ചു പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പലർക്കും അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. വേറൊരു കാര്യം തോന്നുന്നത്, ഈ എക്സാമിനേഷൻ്റെ സമയത്ത് ഈ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു എത്ര റൗണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും? ഒരു 3 റൗണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു 3 റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 3-4 കഴിയുമ്പോഴേക്കൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് വരാമെന്നുള്ള ഒരു സംഗതിയാണ്. എന്താണ് സൗദിയായിട്ട് ഡാഫ് പരിശോധിക്കുമ്പോൾ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അതിലൊന്ന് ഒരു പ്രോ പീപ്പിൾ ഓഫീസർ ആവണം എന്നുള്ളൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2020 കേസ് കിട്ടിയ ആൾക്കാരെല്ലാവരും ഇന്ന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രോ പീപ്പിൾ, അതായത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫീസർ ആവണം എന്നുള്ളത് ഇത് ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിലൊരു സ്വപ്നമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇത് സർവീസിൽ കയറി അപ്പോൾ തൊട്ടാണ് പ്രോ പീപ്പിൾ എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്. അത് വേണമെങ്കിൽ വർക്ക് ചെയ്ത ഓഫീസ് എന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആവാം. അവിടെയുള്ള ഒരു സീനിയേഴ്സോ അല്ലെങ്കിൽ അവിടെയുള്ള കൊളീഗ്സോ അങ്ങനെ ആ ഒരു ഡ്രീമിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ക്വാളിറ്റി സ്വപ്നം കാണാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, ഞാൻ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ലേബർ ഓഫീസിലായാലും ജില്ലാ ലേബർ ഓഫീസിലായാലും ഓഫീസർമാർ വളരെ പബ്ലിക്കിനോട് അപ്പോൾ അവരുടെ ഏത് ഗ്രീവൻസ് ആയാലും അത് പരിഹരിക്കാൻ മാക്സിമം എഫർട്ട് എടുക്കുക. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ വേണ്ട ഗൈഡൻസ് കൊടുക്കുക, അപ്പിയർ എല്ലാം കൃത്യമായിട്ട് അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ക്ലർക്കിൽ നിന്നും ഉയർന്ന് ഒരു ഓഫീസർ ആവാൻ. വേറെ കാര്യം കൂടി അതിൽ സവിത പറഞ്ഞിരുന്നു, സവിതയുടെ ഒരു പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യണം എന്നുള്ള സംഗതി. കാരണം അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. കാരണം എനിക്ക് ഇനിയും കൂടുതൽ നേടാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഈ സ്ട്രെങ്ത്തിൽ പറഞ്ഞ വേറൊരു എനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി എനിക്ക് തോന്നുന്നു അഡാപ്റ്റബിലിറ്റിയാണ് അല്ലേ? നമ്മൾ ഈ പല PSCയിൽ തന്നെ പല രീതിയിലൊക്കെ ചെയ്യുന്നു. അതിനിടയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു അല്ലേ? തിരക്കേറിയ പ്രൊഫഷണൽ ലൈഫുണ്ട്. കേസിൻ്റെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസിലേക്ക് നന്നായിട്ട് സ്യൂട്ട് ആവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? മാക്സിമം ശ്രമിക്കണം. പിന്നെ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റ് കയറിയാലും ആ ഒരു സിസ്റ്റം, പിന്നെ ആ ഒരു ലീഗൽ സൈഡും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റബിൾ ആവാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ മെത്തഡിക്കലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സവിത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജാർഗൺ കൂടിയിട്ടാണ് ഈ മെത്തഡിക്കൽ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഷാർപ്പ്നെസ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ലിങ്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ളൊരു സംഗതിയാണ്. ഇനി ഈ കേസ് എക്സാമിനേഷനിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നുന്നുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ സ്ട്രക്ചറിലോ സിലബസിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കുറച്ച് PSC എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നും നോക്കുകയാണെങ്കിൽ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള സാധനം തോന്നുന്നു അല്ലേ? കുറച്ചും കൂടി ആ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ചും കറപ്ഷനൊക്കെ കൂടി വരുന്നൊരു സാഹചര്യം കൂടിയിട്ടാണ് അല്ലേ? അതൊരു നല്ലൊരു സജഷനാണ്. കാരണം നമ്മളെനിക്ക് നമ്മുടെ ഒരു എക്സാമിനേഷനും അങ്ങനെ ഒരു കൺസേൺസ് വരുന്നിട്ടില്ല. ഇപ്പോൾ UPSCക്ക് ആണെങ്കിൽ നമ്മൾ മെയിൻസിന് എത്തിക്സ് എന്നുള്ള ഒരു പേപ്പറുണ്ട്, എത്തിക്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേപ്പറുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രൊഫഷണലി കുറച്ചും കൂടിയൊക്കെ നമ്മളൊന്നും കൂടി ആപ്റ്റാക്കാനായിട്ട് സഹായിക്കുന്നതാണ് തോന്നുന്നത്. ടൈം മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻ്റെ ഒരു അതിൽ പറയാൻ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ഒരു ഡിവൈഡ് ചെയ്യണം.
ഇന്ന സബ്ജക്റ്റിന് നമ്മൾ ഇത്രയും സമയം ഉപയോഗിക്കും, മോണോട്ടോണസ് ആയി പഠിക്കാതെ ടെസ്റ്റ് സീരീസിന് നമ്മൾ നിർബന്ധമായിട്ടും സമയം മാറ്റി വെക്കണം. റിവിഷൻ ആയാലും ഒരു തുടക്കം തൊട്ടേ ഓൾറെഡി പഠിച്ചത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ടൈം നമ്മൾ റിവൈസ് ചെയ്യുന്നതിനേക്കാളും ഒരു പീരിയോഡിക് അപ്രോച്ച് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ഓർഗനൈസേഷൻ സ്കീം അതൊരു ലീഡുമായിട്ടുള്ള ഒരു അസോസിയേഷൻ അത് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊരു കാര്യം, റീഡിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു സവിതയുടെ ഒരു ജേണിയിൽ? റീഡിങ് ഹാബിറ്റ് സ്കൂളിങ്ങിൽ വെച്ചാണ്. അതിന് പുറമേ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഇല്ല. ഇത് കാണുന്ന വ്യൂവേഴ്സ് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒരുപാട് റീഡിങ് ഹാബിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നു, കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റഡ് ആവുന്നു, ദാറ്റ് ഇസ് ഇനഫ് അല്ലേ. പിന്നെ നമ്മുടെ ടാഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരു ക്ലീഷ ആയിട്ടുള്ള ചോദ്യമാണ്, ഒരു UPSC ഡ്രീംസൊക്കെ മനസ്സിൽ എങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ടോ? സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം എന്നൊക്കെ ഉള്ള ഒരു ഏജ് ലിമിറ്റും അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ കേസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ IAS-കാരാണ്. അധികം വൈകാതെ ഒരു IAS ഒക്കെ കേഡറൊക്കെ കിട്ടിയിട്ട് ഇതേ ലീഡറിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും സവിത വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു വണ്ടർഫുൾ സെഷൻ. സവിതയുടെ ഇൻസൈറ്റ്സ് എല്ലാം കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സവിത ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ജനങ്ങളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഐഡിയൽ ആസ്പിറൻ്റായിട്ട്, ഐഡിയൽ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറാൻ സവിതയ്ക്ക് മാറട്ടെ. അപ്പോൾ ലീഡ് IAS-ൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സോ താങ്ക് യു സോ മച്ച്. Lead IAS, #1 IAS Academy in Kerala.